നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് NABH. NABHൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രേപ്സിന് ശേഷമുണ്ടായതാണ്. അപ്പോൾ ഗ്രേപ്സ് എങ്ങനെയാണ് ഈ NABHുമായിട്ട്, ഗ്രേപ്സിന് ഒരുപാട് പൊളിച്ചെഴുത്തുകൾ വേണ്ടി വന്നു NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് വന്നപ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ആക്ച്വലി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വളരെ പ്രമാദമായ ഒരു ഇനിഷ്യേറ്റീവാണ് NABH എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ 6th എഡിഷനൊക്കെ റിലീസായിട്ടുണ്ട്. ഈ ക്വാളിറ്റി കൺട്രോളുമായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി അച്ചീവ്മെൻറ്റുമായിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഹോസ്പിറ്റൽസിന്, അതിനു വേണ്ടിയിട്ട് അത് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ് ഗ്രേപ്സ് പ്രയോജനപ്രദമാകുന്നത്, അല്ലെങ്കിൽ ഗ്രേപ്സിൽ എന്ത് അഡ്വാൻറ്റേജാണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുക? എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സ്വപ്നം കാണുന്നത് നമ്മുടെയൊക്കെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നത് തന്നെയാണ്. നമ്മളൊരു വികസന രാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വികസിത രാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നമ്മുടെ അടുത്ത തലമുറ ഒരു വികസിത രാജ്യമായിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന വികസിത രാജ്യങ്ങളിലേക്ക് ഉള്ള ഇവരുടെ ഓട്ടം, പഠനം കഴിഞ്ഞുള്ള ഓട്ടം ഒഴിവാക്കണമെങ്കിൽ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടത്തേക്ക് എത്തണമെങ്കിൽ ലൈഫ് ക്വാളിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നത് നമ്മൾ ആ ഒരു മേഖലയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പോൾ ഹെൽത്ത് കെയറിലായാലും എഡ്യൂക്കേഷനിലാണെങ്കിലും ഒരുപാട് സ്റ്റാൻഡർഡൈസേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് സർട്ടിഫിക്കേഷൻസും അക്രഡിറ്റേഷൻസും നൽകുന്നുണ്ട് സ്ഥാപനങ്ങൾക്ക്. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഒരു കുഞ്ഞിന് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതും അടുത്തൊരു വീട്ടിലെ കുട്ടിക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്താൽ അത് വാങ്ങിക്കൊടുത്തു, അവർ ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി, ആ ഒരു കരുതൽ നമുക്കവിടെ ഉണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞിനാണ് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ അവൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു ടിഷ്യൂ കയ്യിൽ കൊടുക്കുന്നുണ്ടാവും ക്ലീൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അഡീഷണൽ ടിഷ്യൂ കൊടുക്കുന്നുണ്ടാവും. അവൻ്റെ കയ്യിൽ വീണ്ടും ഇത് ഐസ്ക്രീമിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി വാഷ് ബേസിനിൽ അവൻ്റെ കൈ കഴുകിച്ച് വൃത്തിയാക്കി അവന് കെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലൊരു കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാനായിട്ട് ചോദിച്ചിട്ട് ഒരു പായും തലേനെ കൊടുത്ത് നമ്മളൊരു സഹായിക്കും, കരുതൽ. എന്നാൽ നമ്മുടെ കുഞ്ഞ് കിടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു റൂം ഒരുക്കിയിട്ടുണ്ടാവും, ബെഡ് വളരെ മനോഹരമായി വിരിച്ചിട്ടുണ്ടാവും, അത് വളരെ ഹൈജീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. അവൻ കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പുതപ്പ് ഉപയോഗിച്ച് അവനെ കംഫർട്ടാക്കുന്നുണ്ടാവും. കരുതലിനപ്പുറം ഒരു സ്നേഹം ഇവിടെയുണ്ട്. ഐസ്ക്രീം കൊടുത്തെടുത്തും ഈ ഒരു കിടന്നുറങ്ങാനുള്ള ഫെസിലിറ്റി ചെയ്തപ്പോഴും പലപ്പോഴും ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് മീറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ആർക്കാണോ സർവീസ് കൊടുക്കുന്നത് അവരുള്ള കരുതലിന് പുറമെ ഒരു സ്നേഹവും കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ NABH ഒരു ഹോസ്പിറ്റൽ സർട്ടിഫൈഡ് ആകുക, അക്രഡിറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ അവരുടെ പേഷ്യൻസിനെ കരുതുന്നുണ്ട്, സ്നേഹത്തോടെ കാണുന്നുണ്ട്. അവർ നമ്മുടെ സ്വന്തമാണെന്ന് കരുതിയാണ് എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നത്. ഗ്രേപ്സ് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ NABH പോലുള്ള അക്രഡിറ്റേഷൻസ് വഴി സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു ഹോസ്പിറ്റൽ. പക്ഷെ ആ കാലത്ത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ ചരിത്രം പലർക്കും അറിയാം. നമ്മൾ ഒരുപാട് ഒരു ഹെൽത്ത് കെയറിൽ നടക്കുന്ന പല പ്രോബ്ലംസും കണ്ട് അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലാണ് അന്നേ നമ്മൾ വന്നത്. അത് ഈ ഹെൽത്ത് കെയറിലെ ഇൻഫർമേഷൻ ഹാൻഡ് ഷേക്കിങ് ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ്. നമ്മൾ വന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് NABH തന്നെ വരുന്നത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുകയും NABH വരുന്നതുമൊക്കെ. അതിനു മുമ്പ് തന്നെ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസിൻ്റെ മാസ്റ്റർ ഡേറ്റ സെറ്റിങ്സിൽ തന്നെ പലപ്പോഴും ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലിൽ ഒരേ കാര്യത്തിന് ഡിഫറെൻറ്റ് ടേംസ് ഉപയോഗിക്കുന്നത് കാണുകയും അതിൽ എങ്ങനെ കറക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കുകയും ചെയ്ത് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ തുടക്കം മുതൽ തന്നെ ഗ്രേപ്സ് കീപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ NABHലേക്ക് എത്തിയപ്പോൾ നമ്മൾ NABH പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് സർവീസ്, ഒരു പേഷ്യൻറ്റിന് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ആ പ്രൊസീജിയറിൽ കൂടെയും സർവീസിൽ കൂടെയും കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുകയും അത്
തുടർന്നും അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും ആ ക്വാളിറ്റി അഷ്വറൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും ചെയ്യുന്ന നിരന്തരമായൊരു പ്രോസസ്സാണ് NABH പ്രൊമോട്ട് ചെയ്യുന്നത്. ഗ്രേപ്സിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകൾ അവർ ഗ്രേപ്സ് വാങ്ങിയ ഒരു കാലഘട്ടത്തിലെ വെർഷൻ അല്ല ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരിക്കും ഈ ഒരു ചോദ്യം നമ്മളെ ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു പ്രധാന കാര്യത്തിലേക്കാണ്. പലപ്പോഴും ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളോട് നമുക്ക് എല്ലാവർക്കും കരുതലുണ്ട്. എന്നാൽ ഗ്രേപ്സ് സ്നേഹത്തോടു കൂടിയാണ് ആ കരുതൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വെർഷൻസും അപ്ഡേറ്റ്സ് ഹെൽത്ത് കെയറിൽ വരുന്ന ഇൻഫർമേഷൻസിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ഹോസ്പിറ്റൽസിന് റെഗുലറായിട്ട് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടുണ്ടാവുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് കെയർ ഇന്നോവേഷൻസിൽ വരുന്ന എല്ലാം മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ പേഷ്യൻറ്റിൻ്റെ ഔട്ട്പുട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിനുള്ള ഇന്നോവേഷൻസ് അതെല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അപ് ടു ഡേറ്റ് ആണ്. NABHലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അധികമായി എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻസ് ഇല്ലാതെ ഗ്രേപ്സിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് പോകുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഗ്രേപ്സിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സും എല്ലാ ഒബ്ജക്റ്റീവ് എലമെൻസും എസ്പെഷ്യലി കോർ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഗ്രേപ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇനിഷ്യേറ്റീവിൽ കൂടെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരിക്കലും അക്രഡിറ്റേഷൻ ആകാനായിട്ട് കോർ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് മീറ്റ് ചെയ്താൽ മതി. അതെല്ലാം തന്നെ ഗ്രേപ്സിൽ ആൾറെഡി ഫുൾഫിൽഡ് ആണ്. പിന്നീട് ഇതിൻ്റെ ഒരു റീ അക്രഡിറ്റേഷനും ഇൻസ്പെക്ഷനും ഒക്കെ വരുന്ന സമയത്താണ് അച്ചീവ്മെൻറ്റും എക്സലൻസും വേണ്ടുന്നത്. പലപ്പോഴും കൃത്യമായി കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉള്ള കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള HR-ഉം മറ്റ് ഈവൻസും മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈ ഒരു അക്രഡിറ്റേഷനും റിപ്പീറ്റഡ് ഇൻസ്പെക്ഷനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രേപ്സിന് ഒരു ക്വാളിറ്റി കൗൺസിൽ ഇൻറ്റേർണലി ഉണ്ട്. നമ്മുടെ ക്വാളിറ്റി കൗൺസിൽ ഹോസ്പിറ്റൽസിനെ ഈ കാര്യത്തിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്.